ശരിക്കും ഞാനാണ് മാറ്റം, എൻ്റെ ടാലന്റാണ് എൻ്റെ ലഹരി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്ഷൻ, എൻ്റെ ജീവിതമാണ് ലഹരി, ജീവിതമാകണം ലഹരി എന്നാണ് പോലീസിന്റെ ക്യാപ്ഷൻ. ശരിക്കും എന്താണ് ലഹരി എന്ന് ചോദിച്ചാൽ, മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന കവി നമ്മുടെ കുട്ടികളോടും നമ്മളോടും പറഞ്ഞു വെച്ച 2-3 വരികളുണ്ട്. ആ വരികൾ നമ്മൾക്കെല്ലാം സുപരിചിതമാണ്. ഞാൻ ആ 2 വരികൾ പറഞ്ഞിട്ട് ലഹരിയിലേക്ക് പോകാം. ആ വരികൾ ഇങ്ങനെയാണ്, കവിത നെല്ലിക്കയായതാണ്. അതിൽ പറയുന്നത്, നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണീ, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണീ, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണീ, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണീ. ഇത്രയും പറഞ്ഞിട്ട് ആ അദ്ദേഹം അതിന്റെ അടിയിൽ നമ്മളോട് നല്ല ശ്രദ്ധയോടെ കേൾക്കാൻ പറഞ്ഞ 2 വരി എഴുതിയിട്ടുണ്ട്. ആ വരികളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ വരികൾ എങ്ങനെയാണ്, ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറക് വെന്ത് കരിഞ്ഞു മണ്ണിലടിഞ്ഞിടയുണ്ണീ, ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറക് വെന്ത് കരിഞ്ഞു മണ്ണിലടിഞ്ഞിടയുണ്ണീ, നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണീ, തിന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണീ. നന്മകൾക്ക് നിറം കെട്ടു തുടങ്ങി എന്നാ പറയണേ. ശരിക്കും നിറം കെടുക്കൊന്നുമില്ല, പക്ഷെ തിന്മയുടെ നിറം, ആ മായാ പ്രപഞ്ചം ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ ഈ തിന്മയുടെ ആ നന്മയുടെ ആ തിളക്കം ഇച്ചിരി കുറയുക. ഈ സമയത്ത് നമുക്കും നമ്മുടെ കുട്ടികൾക്കും മനസ്സിലാകുന്നത് ഈ നന്മയെക്കാളും നല്ല ഈ തിന്മയാണ് അടിപൊളിയെന്നാണ്. അവർ നടന്നു പോകുന്ന വഴികളിൽ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ വിഷമിഠായികൾ കഴിക്കുമ്പോൾ ഈ മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റണില്ല, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. അവരുടെ ലക്ഷ്യങ്ങളാകുന്ന, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളായ നിങ്ങളുടെ ലക്ഷ്യങ്ങളാകുന്ന, വൈഡൂര്യങ്ങളാകുന്ന, വജ്രങ്ങളാകുന്ന, സ്വർണങ്ങളാകുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ റോഡ് സൈഡിൽ ഇരുന്ന് മിന്നുന്ന കാക്കപ്പണ്ണ് കാണുമ്പോൾ ഇതാണ് ഒറിജിനൽ സ്വർണം എന്ന് വിചാരിച്ചത് കയറി പിടിച്ച് തീർന്നു പോവുക. ജീവിതത്തിൽ ആദ്യമായാണ് ഒരു ഈയാമ്പാറ്റക്കുഞ്ഞ് തന്റെ നമ്മളുടെ വീടിന്റെ മുമ്പിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് കാണുന്നത്. ആ ഈയാമ്പാറ്റക്കുഞ്ഞിന് അറിയില്ല ഇതൊരു അപകടമാണെന്ന്. അതോ വിചാരിക്കും ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു പഴമായിരിക്കുന്നോർത്ത് പറന്ന് ചെന്ന് അതിൽ ചെന്ന് പിടിക്കും. ആ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ മുതിർന്നവർ പുറത്ത് നിന്നിട്ട് പറയും, മോനെ നീ പോലടാ, അത് അപകടമാടാ. പക്ഷെ നമ്മൾ കേൾക്കൂല, ആ കുഞ്ഞ് കേൾക്കൂല. ആ കുഞ്ഞ് പറയുന്നത് എന്റെ ചങ്ക് ബ്രോസ് പറഞ്ഞ സാധനം അവര് ചെല്ലും, അതിൽ കയറി പിടിക്കും, ചിറകുകൾ കഴിഞ്ഞ് താഴെ പോകും, പിന്നെ രക്ഷിക്കാൻ ഒരാൾക്ക് കഴിയില്ല. പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഓരോ കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ ഒരുപാട് ചെടികൾ ഉണ്ടാകും. താമര എന്ന് പറയുന്ന ഒരു പുഷ്പമുണ്ട് നമ്മുടെ നാട്ടില്. ഈ താമരപ്പൂവിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് താമരപ്പൂവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പൂജകൾക്ക് എടുക്കുന്ന പുഷ്പമാണ്. പക്ഷെ ഈ താമരപ്പൂ എവിടെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ ആ വഴി നമ്മൾ തപ്പിപ്പോകുമ്പോഴാണ് കാണുന്നത് മണമുള്ള ചീഞ്ഞ ചെളിയിലാണ് ഈ താമരപ്പൂവിന്റെ തണ്ടുറച്ചിരിക്കുന്നത്. ആ ചെളിയിൽ ഉറച്ചിരിക്കുന്ന താമരപ്പൂവ് വിടർന്നു നിൽക്കുന്നത് വെള്ളത്തിന്റെ മുകളിലാണ്. പക്ഷെ ഒരു താമരപ്പൂവിന്റെ ഇതളിലോ താമരപ്പൂവിന്റെ ഇലയിലോ ഒരു തുള്ളി വെള്ളം വീഴിക്കാൻ ആ താമരപ്പൂ സമ്മതിക്കുന്നില്ല. എന്താണ് കാരണം? കാരണം ഇത്രയേ ഉള്ളൂ, ആ താമരപ്പൂവിന്റെ വിത്തില് താമരപ്പൂവിന്റെ പൈതൃകമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഗുണമുണ്ട്. മകനെ, നീ എത്ര വലിയ ചെടിയിലാണ് നിൽക്കുന്നതെങ്കിലും നിന്റെ ശരീരത്തില് ആ ചെടിയുടെ ഗുണം നീ കാണിക്കരുത്. ആ വെള്ളത്തിലാണ് നിൽക്കുന്നതെങ്കിലും ആ വെള്ളം നിന്റെ ശരീരത്തിൽ പറ്റരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നടന്നു പോകുന്ന വഴികളില് ചെടികൾ കാണാം, ഈ പറഞ്ഞ ലഹരികൾ കാണാം. പക്ഷെ നിങ്ങൾ തീരുമാനിക്കേണ്ട അതിലെ നല്ലതിനെ എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം മനോഹരമായ സുന്ദരമായ താമരപ്പൂ പോലെ വിടരണം. ഒരു ചെറിയ കാര്യം നിങ്ങൾ കലാകാരന്മാരായതിന്റെ പേരിൽ പറയാം. ഒരു പ്രഭാഷകൻ പറഞ്ഞ ആ കഥ കേട്ടപ്പോഴാണ് അത് എനിക്ക് ബന്ധമുള്ള ഒരാളാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. ലൂയി പാപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു കവിതകളൊക്കെ എഴുതുന്ന ആള്, ഇതേ ഒരു പ്രത്യേക സാഹചര്യം നന്നായിട്ട് മദ്യപിക്കുന്ന ആളാണ്.
കിട്ടണ പൈസക്കൊക്കെ മദ്യപിക്കും. പൈസ ഇല്ലെങ്കിൽ ആളുകളോട് മേടിച്ച് മദ്യപിക്കും. ഇങ്ങനെ മദ്യപിക്കുന്ന ഈ ലൂയി പാപ്പ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു സത്യസന്ധതയുണ്ട് ഈ മദ്യപാനത്തിൽ വരെ. അദ്ദേഹം പൈസ ചോദിച്ചാല് ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് പൈസ ചോദിച്ചു മദ്യപിക്കാൻ. പൈസ കൊടുത്തു. ഇദ്ദേഹം കൊടുത്തു കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞു, ലൂയി പാപ്പ, നിങ്ങൾ ഈ പൈസ കൊണ്ട് മദ്യപിച്ചാൽ എനിക്ക് സങ്കടമാകും. അപ്പോൾ ഈ ലൂയി പാപ്പ ഈ പൈസ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നജീബേ, എനിക്ക് നിന്നെ വഞ്ചിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സത്യസന്ധനായ ഒരു വ്യക്തി, കള്ളം പറയില്ലാതെ. അപ്പൊ ഒരു ദിവസം പ്രത്യേക സാഹചര്യത്തില് ഈ ലൂയി പാപ്പ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ കിടക്കുന്നതാണ്. വരാന്തയിൽ കിടക്കുന്ന കണ്ട് ലൂയി പാപ്പ അറിയുന്ന ഒരാൾ ഈ നജീബ് എന്ന് പറഞ്ഞ നജീബ് കുറ്റിപ്പുറം എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകരോട് ചെന്നിട്ട് പറയാണ്, നമ്മുടെ ലൂയി പാപ്പ അവിടെ കിടപ്പുണ്ട്. പെട്ടെന്ന് നജീബ് വന്ന് ഈ ലൂയി പാപ്പയെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ഒരു നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അദ്ദേഹത്തിന്റെ അസുഖമൊക്കെ മാറ്റി ഡിസ്ചാർജ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പറഞ്ഞ, ഭാര്യയായിട്ട് വഴക്കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്, ഇനി ഞാൻ അങ്ങോട്ട് ഇല്ല. അങ്ങനെ ഈ ഇദ്ദേഹത്തിന്റെ ഔട്ട് ഹൗസിൽ താമസിക്കുകയും ഭക്ഷണവും കാര്യങ്ങളെല്ലാം കൊടുത്ത്, വിശ്രമം കൊടുത്ത്, വ്യായാമം കൊടുത്ത്, ആ കുഞ്ഞുങ്ങളുടെ കൂടെ കളിച്ച് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ലൂയി പാപ്പ നല്ല സെറ്റായി. ലൂയി പാപ്പ കുറിച്ച് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയി. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ നജീബ് കുറ്റിപ്പുറം എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ എടുത്ത് നോക്കിയപ്പോ നമ്പർ പരിചയമില്ല. ചെവിയിൽ വെച്ച് ഹലോ പറഞ്ഞപ്പോ പറഞ്ഞു, നജീബ്, ഇത് ഞാനാ, നിങ്ങളുടെ ലൂയി പാപ്പയാണ്. അപ്പൊ ഇതേതാ നമ്പർ? ഇതെന്റെ ഭാര്യയുടെ നമ്പറാണ്. ആരോട് വഴക്കൂടിയിട്ടാ പോയത്? ഭാര്യയോട് വഴക്കൂടിയിട്ട്. ഇവിടുന്ന് തിരിച്ചു വന്നിട്ട് ഭാര്യയുടെ നമ്പറിൽ നിന്ന് വിളിക്കുക. എന്നിട്ട് ഈ ലൂയി പാപ്പ പറഞ്ഞൊരു കഥയുണ്ട്, നജീബേ, ഞാൻ ഇന്ന് മദ്യപിച്ചിട്ട് 100 ദിവസമായി. അതിന്റെ അർത്ഥം, നജീബേ, ഞാൻ ജീവിതം എന്ന ലഹരി തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് 100 ദിവസമായി എന്ന്. ആ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ ഈ സ്നേഹമുള്ള പരിചരണങ്ങളും കരുതലുകളും വേണം. ലൂയി പാപ്പ തന്നെ പറയുന്നുണ്ട്, കൂട്ടുകാരുടെ കൂടെ മദ്യപിക്കുന്നതിൽ മാത്രമല്ല ലഹരി, വീട്ടുകാരുടെ കൂടെ കഞ്ഞി കുടിക്കുമ്പോഴും ഈ ലഹരി നമുക്ക് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് ലഹരി എന്ന വാക്കിന്റെ ഡെഫിനിഷനോടെ കൂടി പറഞ്ഞു നിർത്തിയേക്കാം. ഒരു വ്യക്തി, ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു സാധനം, അല്ലെങ്കിൽ ഒരു സാഹചര്യം അത് കാണുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ നമുക്ക് ഉണർവ്, ഉന്മേഷം, സന്തോഷം, ഊർജ്ജസ്വലത ഉണ്ടാകുകയും ആ വസ്തു അല്ലെങ്കിൽ ആ സാഹചര്യം വീണ്ടും കാണാനും ഉപയോഗിക്കാനും തോന്നിയാൽ അത് ലഹരിയാണ്. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാഹചര്യം അത് കാണുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ ഉണർവ്, ഉന്മേഷം, സന്തോഷം, ഊർജ്ജസ്വലത ഉണ്ടാകുകയും ആ വസ്തു അല്ലെങ്കിൽ ആ സാഹചര്യം വീണ്ടും കാണാനും ഉപയോഗിക്കാനും തോന്നിയാൽ അത് ലഹരിയാണ്. അങ്ങനെയുള്ള ലഹരികൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? നമ്മുടെ കുടുംബത്തിലുണ്ടോ? ഈ കുടുംബം എന്ന് പറയുന്നത് ലഹരിയായിരിക്കണം. അതിക്ക് ഈ ക്ലാസ് ലഹരിയ, എനിക്ക് എന്റെ ഭാര്യ ലഹരിയ, എനിക്ക് എന്റെ അച്ഛനമ്മമാർ ലഹരിയ, എന്റെ മക്കള് ലഹരി, എന്റെ കുടുംബം ലഹരി, എന്റെ ജോലി ലഹരിയ. അതുപോലെ ഒരു ലഹരി നമ്മുടെ കുടുംബത്തിലേക്ക് ഉണ്ടെങ്കിൽ വേറൊരു ലഹരിയും നമ്മളെ കീഴടക്കില്ല. ഈ ലഹരി എന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടോ ആ സമയങ്ങളിൽ മറ്റു ലഹരികൾ നമ്മളെ പിടിച്ചു. അങ്ങനെയുള്ള 5 കൂട്ടം ലഹരിയുണ്ട്. 1 ആത്മീയതയാണ്, നല്ല ലഹരിയാണ്. 2 സ്പോർട്സ് ആണ്, നല്ല ലഹരിയാണ്. 3ാമത്തെ ലഹരി സെക്സ് ആണ്, ഏറ്റവും അപകടം പിടിച്ച ലഹരിയാണ്, വിശദീകരിക്കാൻ സമയമില്ല. 4 സോഷ്യൽ മീഡിയ ആണ്. 5ാമത് ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരോട് ഒന്ന് ഞാൻ പറയാം, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു കാലമുണ്ട്. അത് ബാല്യമല്ല, വാർദ്ധക്യവുമല്ല, യൗവനവുമല്ല. 25 വയസ്സാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രായം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ ഇത്ര വലുതായാലും നമ്മളിൽ വളരില്ലാത്ത ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ട്. 25 വയസ്സായാൽ പൂർണ്ണ വളർച്ചയെത്തുന്ന ഒരു അവയവം. ആ അവയവം ഏതെന്ന് ചോദിച്ചാൽ, നെറ്റിയുടെ ബാക്കിൽ തലച്ചോറിന്റെ ഫ്രണ്ടിൽ ഇത്ര ഉള്ള ഒരു ചെറിയ അവയവമുണ്ട്. അതിന്റെ പേര് ഫ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നാണ്. ഈ സംഗതി പൂർണ്ണ വളർച്ചയെത്തണമെങ്കിൽ 25 വയസ്സ് വേണം. എന്തിന് ഇത് പൂർണ്ണ വളർച്ചയെത്തണം? 25 വയസ്സ്. ഈ സാധനമാണ്, അതായത് ഈ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ ബുദ്ധിയെ, വിവേകത്തെ, ചിന്തയെ, ഷോർട്ട് മെമ്മറിയെ ഒക്കെ നിയന്ത്രിക്കുന്നത്. 25 വയസ്സിന് മുമ്പ് ലഹരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം മുരടിച്ചു പോകും. ഇനി 25 വയസ്സ് കഴിഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിയിട്ടും നമ്മൾ ലഹരി സാധനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം സ്വിച്ച് ഓഫ് ആയി പോകും. അതിന്റെ പേരിലാണ് അങ്ങ് ആലുവയിൽ ഒരു 4 വയസ്സുള്ള കുഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ ആ പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ആ കശ്മീരിന് തോന്നിയത്. കാരണം ആ
അവന്റെ മുമ്പിലെ ഇതൊരു കുഞ്ഞുവാവയല്ല, ഇത് വെറും ഒരു പെണ്ണാണ്, എന്റെ കാമം തീർക്കാനുള്ള പെണ്ണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി. 9 വയസ്സുള്ള ഒരു കുഞ്ഞു കിടന്നുറങ്ങിയപ്പോൾ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് മാറിക്കിടന്ന വസ്ത്രം ഒന്ന് നേരെ എടുത്തിട്ട് ഒരു തലയിണ വെച്ചൊന്ന് മുട്ടിക്കൊടുത്തിട്ട് പോകാൻ തോന്നാതെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ കാരണം ആ കശ്മീരിന്റെ മുമ്പില് ഇത് വെറും ഒരു പെണ്ണാണ്, എന്റെ കാമം തീർക്കാനുള്ള പെണ്ണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ പേരിലാണ് ഇത് മുരടിച്ചു പോയതിന്റെ പേരിലോ ഇത് സ്വിച്ച് ഓഫ് ആയി പോയതിന്റെ പേരിലാണ് ഈ റോഡിലൂടെ തന്റെ വസ്ത്രമഴിച്ച് തലയിൽ കെട്ടി അസഭ്യം പറഞ്ഞ് നടക്കാൻ കാരണം. എന്നെ മറ്റുള്ളവർ കാണുന്നുണ്ടെന്ന് ആ പാവത്തിന് അറിയില്ല. നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് എന്റെ അമ്മയുണ്ട്, എന്റെ പെങ്ങളുണ്ട്, എന്റെ മോളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ നാട്ടുകാർ കേൾക്കണ്ടെന്ന് തോന്നാതെ ഈ മദ്യത്തില് ആറാടി ഈ നടക്കുമ്പോഴും ഇവന്റെയും ഈ സാധനം ഓഫായി പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, കലാകാരന്മാരാണ് നിങ്ങളാണ് ഈ നാടിന്റെ, നിങ്ങൾ കാണുന്നതാണ് നാളെ അണിയിരിക്കുന്ന നമ്മുടെ തലമുറ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളുടെ ഈ ഫ്രീ ഫ്രോയുടെ കോട്ടേജ് ഒരു കാരണവശാലും അത് മുരടിച്ചു പോകാൻ പാടില്ല, നമ്മളുടെ സ്വിച്ച് ഓഫ് ആകാനും പാടില്ല. അതുകൊണ്ട് ലഹരി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ടാലന്റ് ആയിരിക്കണം, നിങ്ങളുടെ കഴിവായിരിക്കണം, അച്ഛനായിരിക്കണം, അമ്മയായിരിക്കണം, ഭാര്യയായിരിക്കണം, മക്കളായിരിക്കണം, നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം. ഈ ലൂയി പാപ്പ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. യൂട്യൂബിൽ കയറിയിട്ട് ലൂയി സ്പീക്കർ എന്നൊന്ന് അടിച്ചു കൊടുത്താൽ മതി. കവിതകൾ ഇങ്ങനെ വരണമാണ്. അതായത് സാഹിത്യ അക്കാദമി ഹാളിൽ നിറഞ്ഞ സദസ്സില് പ്രശസ്തരാൽ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ 3ാം പതിപ്പ് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങി. അദ്ദേഹം അങ്ങ് പെരുമ്പാവൂരടുത്ത് വേങ്ങൂരില് ജനിച്ച് കോതമംഗലത്ത് വളർന്ന എന്റെ കൂട്ടുകാരന്റെ പെണ്ണിന്റെ കല്യാണം കഴിച്ച് എനിക്കറിയില്ലായിരുന്നു. നമ്മുടെ കോതമംഗലത്ത് ഈ അടുത്ത കാലത്ത് ഭാര്യയുടെ മുമ്പിൽ വെച്ച് മരിച്ചു. ലൂയിസ് പീറ്ററിന്റെ കവിതകൾ നമ്മളൊന്ന് കേൾക്കണം, എന്നിട്ട് പകർത്തണം. എനിക്കിത് വേണമോ വേണ്ടയോ, നാളെ ഇല്ലാതായാൽ, ഈ സാധനം ഇല്ലാതായാൽ, നമ്മുടെ കഴിവില്ലാതായാൽ ഈ പറയുന്ന കൂട്ടായ്മകളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ലഹരി നമ്മളുടെ ജീവിതമാകട്ടെ, നമ്മുടെ ലക്ഷ്യമാകട്ടെ, നമ്മുടെ കുടുംബമാകട്ടെ, നമ്മുടെ ടാലന്റ് ആകട്ടെ. വിളിച്ചതിന് ഇടുക്കി ജില്ലാ പോലീസിന്റെയും ഇടുക്കി ജില്ലാ സ്റ്റുഡൻസ് പോലീസിന്റെയും എന്റെയും വ്യക്തിപരമായ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഈ പ്രോഗ്രാം കാണുമ്പോൾ നമുക്കറിയാം ഇതിന് ഒരാൾ തന്നെയാണ് ഈ സാധനം എല്ലാം ചെയ്യുന്നത്, അല്ലേ സാറേ? സന്തോഷ് പണ്ഡിറ്റാണ്. വേണ്ട, ബാലകൃഷ്ണനുള്ള ബാലേന്ദ്രൻ ആണ് ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്തായാലും ടീച്ചറെ അടിപൊളി. സാറേ നമസ്കാരം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി.